ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മളിന്നിവിടെ കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കയ്പ്പയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി വയ്ക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മുറിച്ച് മാറ്റി വെച്ച കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം രണ്ടും കൂടി നന്നായിട്ടൊന്ന് കരിയാതെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കയ്പ്പയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 മൂടി തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയ ശേഷം ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അടിപൊളി കറിയാണ്. ഒരു കയ്പ്പും ഉണ്ടാവില്ല, കയ്പ്പയ്ക്ക കറിയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.